friends, welcome back to amiZ Cook and Craft. എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ മജ്ബൂസ് ആണ്. നമ്മൾ ചിക്കൻ വെച്ചിട്ടും ബീഫ് വെച്ചിട്ടും ഒക്കെ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഇന്ന് വെറൈറ്റിക്ക് നമ്മൾ ചെമ്മീനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ഓൾ കൂടി പ്രസ് ചെയ്യുക. നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ചെമ്മീൻ കഴുകി ക്ലീൻ ആക്കി വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. വെള്ളം ഉണ്ടായാലും മസാല കറക്റ്റായിട്ട് പിടിക്കത്തില്ല. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാനായിട്ട് മസാല തേച്ച് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് ലെമൺ ജ്യൂസും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ചെമ്മീനിൽ തേച്ച് കൊടുക്കാം. ഇത് നമ്മൾ മിനിമം അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുക. അപ്പോൾ മസാല ഒക്കെ ശരിക്ക് പിടിക്കും. അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓയിൽ ചൂടായ ശേഷം അതിലേക്ക് ചെമ്മീൻ മുഴുവനായിട്ടും ഇട്ട് കൊടുക്കാം. നമുക്ക് ഒറ്റ ട്രിപ്പിൽ തന്നെ മുഴുവനും വറുത്തെടുക്കാം. 2 സൈഡും നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഓവറായിട്ട് മൊരിയിക്കേണ്ട. നമ്മൾ സാധാരണ ബിരിയാണി ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഫ്രൈ ചെയ്യില്ല, അതേപോലെ എടുത്താൽ മതി. ഇപ്പോൾ ഒരു ഭാഗം കുക്കായി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കിയിട്ട് മറിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും ഒരേപോലെ കുക്ക് ചെയ്തെടുക്കാം. ചെമ്മീൻ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. അപ്പോൾ നമ്മുടെ ചെമ്മീൻ ഫ്രൈ ആയി വന്നപ്പോൾ നമ്മൾ എണ്ണയിൽ നിന്ന് കോരി എടുത്തിട്ടുണ്ട്. ഈ ഒരു പാകം വരെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് അരി വേവിക്കാനുള്ള വെള്ളം അടുപ്പത്ത് ചൂടാവാനായിട്ട് വയ്ക്കാം. നമ്മൾ കുക്കറിലാണ് അരി വേവിച്ചെടുക്കുന്നത്. അരി ഊറ്റിയെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ വെള്ളം കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല. ഈ ഒരു സെയിം ടൈമിൽ തന്നെ നമുക്ക് ഇതിന് വേണ്ട മസാലയും റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാൻ അടുപ്പത്ത് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇനി ഓയിൽ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ നേരത്തെ ചെമ്മീൻ ഫ്രൈ ചെയ്ത ആ സെയിം ഓയിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഓയിൽ ചൂടായ ശേഷം അതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. ഒരു വലിയ സവാള എടുത്താൽ മതി. ചെറുതാക്കി അരിഞ്ഞിട്ട് വേണം എടുക്കാനായിട്ട്. കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ സവാള വഴന്ന് കിട്ടും. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വഴറ്റിയെടുക്കണം. മസാല ഇവിടെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 മീഡിയം സൈസിലുള്ള തക്കാളി ചെറുതാക്കി അരിഞ്ഞത് കൂടി ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. 2 ടീസ്പൂൺ മന്തി മസാല അല്ലെങ്കിൽ കപ്സ മസാല ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്യാം. എരിവ് കൂടുതൽ ആവശ്യമുള്ളവർക്ക് കുരുമുളക് പൊടി 1 ടീസ്പൂൺ ആഡ് ചെയ്യാം കേട്ടോ. ഇനി ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ആഡ് ചെയ്ത പൊടികളുടെ ഒക്കെ റോ സ്മെല്ല് മാറി കിട്ടണം. നമ്മുടെ മസാല ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീൻ കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. മസാല കംപ്ലീറ്റ് ആയിട്ട് ചെമ്മീനിൽ കവർ ചെയ്ത് വരണം. ഇനി ഇത് അടച്ചു വെച്ചിട്ട് 5 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ അരി വേവിക്കാനുള്ള വെള്ളം ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. നമ്മൾ ഇന്ത്യ ഗേറ്റ് അരിയാണ് യൂസ് ചെയ്യുന്നത്. അരമണിക്കൂർ വെള്ളത്തിൽ കുതിരാൻ വെച്ചതായിരുന്നു. ഇനി അത് ചൂടായ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. 2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കുക. 1 ടീസ്പൂൺ നാരങ്ങാ നീര് കൂടി ആഡ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. വെള്ളം നന്നായി തിളച്ച് നമ്മുടെ അരി 1/4 ഭാഗം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. അപ്പം നമ്മുടെ മസാല റെഡിയായി വന്നപ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച റൈസ് ഊറ്റിയിട്ട് ഇട്ട് കൊടുക്കാം. വെള്ളം പോകാൻ വയ്ക്കൊന്നും വേണ്ട, ഊറ്റിയിട്ട് അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാം. ഈ ഒരു വെള്ളത്തിൽ കിടന്നിട്ട് അരി ബാക്കി കൂടി വെന്തോളും. ഇനി ഇത് ഇളക്കി കൊടുക്കുക. മസാലയും റൈസും നന്നായിട്ട് മിക്സ് ആവണം. ഇപ്പോൾ കുറച്ച് വെള്ളം കൂടിയതുപോലെ തോന്നും. ഈ ഒരു വെള്ളത്തിൽ കിടന്നിട്ട് അരി ബാക്കി കൂടി വെന്ത് വരുമ്പോൾ
നന്നായി സെറ്റായിട്ട് വരും. മസാലയും റൈസും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഡ്രൈ ലെമൺ വെച്ച് കൊടുക്കുക. ലെമൺ നമ്മൾ 4 ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കുക. അതിന് ശേഷം സ്പൂൺ വെച്ചിട്ട് തന്നെ അരിയുടെ ഉള്ളിലേക്ക് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതേപോലെ പച്ചമുളക് കട്ട് ചെയ്യാണ്ട് റൈസിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക. ആ ഒരു ഫ്ലേവർ നമ്മുടെ റൈസിന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരു 5-6 പച്ചമുളക് ഇതേപോലെ വെച്ച് കൊടുക്കുക. ഇനി അതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയിലയും പുതിനയിലയും ചെറുതാക്കി എരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം അടച്ചു വെച്ചിട്ട് 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം. അപ്പോഴേക്കും നമ്മുടെ റൈസ് സെറ്റായിട്ട് വരും. നമ്മൾ ബിരിയാണി ദമ്മിടുന്നത് പോലെ അടിയിൽ യൂസ് ചെയ്യാത്തൊരു ചട്ടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. നമുക്കിനി ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ മജ്ബൂസ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റി കൊടുക്കാം. കണ്ടില്ലേ, അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ നന്നായി വറ്റിയിട്ട് കറക്റ്റ് പാകത്തിന് തന്നെ കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വേണം സെർവ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ അതിലിട്ട നാരങ്ങയും പച്ചമുളകും അതിൻ്റെ ടോപ്പിൽ വെച്ചിട്ട് സെർവ് ചെയ്യുക. അപ്പോൾ കാണാൻ കുറച്ചുകൂടെ ഭംഗിയുണ്ടാവും. ഇതിൽക്ക് സൈഡായിട്ട് നമുക്ക് മയണൈസ് യൂസ് ചെയ്യാം. ഹോം മെയ്ഡ് മയണൈസ് ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പി ഞാൻ മുന്നിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവർ കണ്ടു നോക്കാൻ മുകളിൽ കാട്ടിൽ ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പുതിന ചമ്മന്തിയും ടൊമാറ്റോ ചട്നിയും യൂസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ സാധാരണ ചിക്കനും ബീഫും വെച്ചിട്ടല്ലേ മജ്ബൂസ് ഉണ്ടാക്കാറ്. അപ്പോൾ ചെമ്മീൻ വെച്ചിട്ട് കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും ഇഷ്ടമാവും. സൂപ്പർ ടേസ്റ്റിയാണ്. ചെമ്മീൻ ബിരിയാണിയൊക്കെ കഴിക്കുന്നതിനെക്കാട്ടും അടിപൊളി ടേസ്റ്റാണ്. അതുപോലെ തന്നെ സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്. ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസ് ആയിട്ട് പറയുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കുക. അതുപോലെ തന്നെ ഫ്രണ്ട്സ് ഫാമിലി എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും നല്ലൊരു ഡേ വിഷ് ചെയ്യാണ്. ബി സേഫ് അറ്റ് ഹോം. ഹോപ്പ് യു ഗൈസ് എൻജോയ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.